ഹലോ ഫ്രണ്ട്സ്, അപ്പം കുറേ നാളായി നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് ഇവരുമായിട്ട് എവിടെയെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒരു ടൂറ് പോലെ പോകണമെന്ന് കേട്ടോ. അപ്പം നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഡ്രീം വേൾഡാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സ്കൂൾ കുട്ടി എന്നോടിങ്ങനെ പറയുന്നുണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോകണം, മഞ്ഞുള്ളിടത്ത് കൊണ്ടുപോകണം, വെള്ളത്തിൽ കളിക്കാൻ കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴയിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും സേഫ്റ്റി എന്തുകൊണ്ടും ഇങ്ങനെയുള്ളിടമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഇവിടെയാണ് പാർക്കിങ്. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് ഹായ്. വാ അകത്തോട്ട് വാവെ പിടിച്ചോ, മമ്മി വീഡിയോ എടുത്തോളാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകണേ. ടിക്കറ്റ് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് പൈസ കുറവുണ്ട്. ആ വീടല്ല, ഇപ്പുറത്ത് അയ്യോ വലിയ മീൻ. വാ, ഇനി സമയം പോവും. വാ, നമുക്ക് തിരിച്ചു വരുമ്പം കാണാം. വാ. വാ വരുന്നില്ല കേട്ടോ, ഇവിടുന്ന് വരുന്നില്ല. നോക്കിയേ, വാവ് സൂപ്പർ. അങ്ങനെ കുറേ നാളത്തെ വർഷങ്ങളുടെ ആഗ്രഹം. വാ, ഇവിടെ ഒരാളുടെ ആഗ്രഹമായിരുന്നേ. ചത്തിട്ടൊന്നുമില്ല. വാ പോവാം. ആ ചിച്ചി. അപ്പം നമ്മൾ ഡ്രീം വേൾഡിൽ വന്നു. ഇവിടെ ഒരു ചേഞ്ചിങ് റൂമുണ്ട്. നമ്മളെന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, വന്ന ഡ്രസ്സിൽ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അതിന് പാകമായ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പം ഇനി വന്നിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ ലോക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ലോക്കറിനകത്ത് വെച്ചു. ഇനി ഇങ്ങോട്ട് പോവാണേ. അപ്പോൾ നമ്മളിനി ആദ്യം കയറാൻ പോകുന്നത് ഇതിനകത്താണ്. അല്ല പിന്നെ നമ്മൾ ആദ്യം ഈ ട്രെയിനിലാണ് ആദ്യം കയറാൻ പോകുന്നത്. ബാ. അപ്പം നമ്മൾ പെട്ടെന്ന് കയറി. ഇപ്പം 12 മണി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെന്ന് കയറാം കേട്ടോ. കേറടാ. ആദ്യം കാണാം. അവിടെ വെള്ളത്തിൽ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെള്ളം കണ്ടു. ഇവിടെ വെള്ളം കണ്ടോ. ഇവിടെ ഇരുന്ന് എല്ലാം കാണാമല്ലോ കൂട്ടാ. മീമി കണ്ടോ, അവിടെ വലിയൊരു മീമി ഉണ്ടാക്കി വെച്ചേക്കുന്നേ. വലിയ മീമി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടാ. ഇനി അവിടെ കണ്ടോ. എല്ലാം കാണാം. എല്ലാം കാണാമല്ലോ. അപ്പക്ക് താഴോട്ട് നോക്കാൻ പേടിയാണ്. പെണ്ണ് പപ്പ എങ്ങനൊക്കെ പറയുന്നേക്കല്ലേ ഇരിക്കുന്നിടത്തുനിന്ന്. വാവ് സൂപ്പർ. എല്ലാം കാണാം നമുക്ക്. ഏതാ? ആ, ഇത് വൈകിട്ട് ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് സ്കൈ ട്രെയിനാണേ. മുകളിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഈ ഡ്രീം വേൾഡ് ഫുള്ളും കാണാൻ പറ്റുമേ. നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. സ്ലോയിലാണ് പോകുന്നത്. ഇതെന്താന്ന് ഇനി നമ്മൾ കയറാൻ പോകുന്നത് എന്താണ്? നിൽക്കണേ. 24 പേരെ വീതമാണ് 3D ഷോയ്ക്ക് അകത്തോട്ട് കയറ്റുന്നത്. ഇവിടെ ഇപ്പം ക്യൂ ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തൊക്കെയോ സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കവിടെ നോക്കിയിട്ട് വരാം. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. എന്താ ഇനി പറയുന്നത്? ടോയ്ലറ്റൊക്കെ തേണ്ടേ, പാർക്കൊക്കെ തേണ്ടേ. പെട്ടെന്ന് വരണം കേട്ടോ. ഒത്തിരി നേരം ഇവിടെ നമ്മൾ കളിക്കല്ലേ.
കാരണം പാർക്കിലൊക്കെ കയറി നമുക്ക് സമയം പോകും കേട്ടോ. ഇതല്ലേ അവിടെ വല്ലോ ആണോ? അതാ, വെള്ളത്തിൽ ഒത്തിരി നേരം കളിക്കണമെങ്കിൽ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് വരണം. വേറെന്തോ ഒരു പറഞ്ഞ ഇവിടെ. അതാണ്ട് അവിടെ ആ വണ്ടി ഉള്ളത്. അതാ കയറുന്നു ഏതായാലും കണ്ട സ്ഥലത്തേത്. ഞാൻ കയറിയാലും തല ഇറങ്ങുമോ? ആണോ? എനിക്ക് വേണ്ട. ഇതല്ല, ഇതാ ഇങ്ങനെ വണ്ടി ഇട്ട് ഓടിക്കുന്ന സാധനം. കുട്ടികളുടെ പാർക്കുണ്ട്, ഇവിടെയും കളിക്കാം. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ കളിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ അടുത്തൊക്കെയുള്ള സാധാരണ പാർക്കിലായാലും ഇങ്ങനെയൊക്കെ കളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കളിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവിടെ കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ ഇവിടെ ഓരോ റൈഡുകളുണ്ട്. വെള്ളത്തിലുള്ള പാട്ട് വേറേതാണ്, ഇത് വേറെ സൈഡ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതുപോലെ ഊഞ്ഞാല്, പിന്നെ വള്ളം പോലെ ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ സ്ഥലങ്ങളിൽ. അങ്ങനെയൊക്കെയുള്ള റൈഡുകളാണ്. എനിക്കിതിലൊക്കെ കയറാൻ ഒട്ടും താല്പര്യമില്ല, തല കറങ്ങും. അതുകൊണ്ട് ഈ വക സാധനത്തിലൊന്നും ഞാൻ കയറത്തില്ല കേട്ടോ. ഞങ്ങളാരും കയറുന്നില്ല. അപ്പം ഇതൊക്കെ എല്ലാവർക്കും കയറാൻ പറ്റുന്നതൊക്കെയാണ്. ഞങ്ങളിതിലൊന്നും കയറാഞ്ഞുകൊണ്ട് എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ല കേട്ടോ വെള്ളത്തിൽ കളിക്കാനേ. അപ്പം ഒന്നാമത് വന്നത് 12 മണിക്കാണ് വന്നത്. 10:30 തൊട്ടാണ് ഇവിടെ. 10:30 മുതൽ 6 മണി വരെ. കൃത്യസമയത്തിന് ഇവർ 6 മണിയാകുമ്പോൾ എല്ലാം ഓഫാക്കും കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു റൈഡിൽ കയറി കേട്ടോ. തല കറങ്ങുന്ന റൈഡിലൊന്നും കയറിയിട്ടില്ല. തല കറങ്ങിയുള്ള ഊപ്പാട് വരും. ഇത് ഈ വള്ളം പോലുള്ളത്. ഇതേ മമ്മി നോക്കട്ടെ, അവിടെ ഫോട്ടോ എടുക്കട്ടെ, നോക്കിയേ. ഇവിടെ ഇരിക്കും, ഇവിടെ. പിടിച്ചു. കുഞ്ഞവിടെ പിടിച്ചിരുന്നോ? സ്പീഡൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല, ഈ ചുറ്റുവേ ഉള്ളൂ അല്ലേ. ടാറ്റ കൊടുത്ത് വാവേ. നമ്മളവിടെ പോവാ വാവച്ചാ. ചേച്ചി ടാറ്റ. ഏതാ ഊഞ്ഞാലോ? ഇല്ല, ഞാൻ കയറുന്നില്ല. പെണ്ണേ കൂക്കൂ തീവണ്ടി കൂയിപ്പായൻ. നല്ല വെയിലാണ്. ഒറ്റ ഉള്ളോന്ന്. അല്ല, അവര് ഇതും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമോന്ന് ഞാൻ ചോദിച്ചത്. നിന്നോ, നമുക്ക് ഇറങ്ങാം. ഈ റൈഡിലൊന്നും നമ്മൾ കയറുന്നില്ല. കയറുന്നുണ്ടോ അവേ? ഇതിലൊക്കെ കയറിയാൽ നമ്മൾ തല ഇറങ്ങി വീഴും. അതുകൊണ്ട് ഇതിലൊന്നും കയറുന്നില്ല. എനിക്ക് എന്തോ ഇതിനോടൊന്നും ഇഷ്ടമില്ല. പേടിയാണോ? ബാ നോക്കാം. എനിക്ക് കയറാം, ഞാൻ കയറത്തില്ലേ? നമുക്ക് രണ്ടുപേർക്കും കയറാം. 2 പേർക്ക് കയറാം. ഈ പെണ്ണ് ഞാനും കയറാം. നോക്കേ, വണ്ടി ഓടിക്കുന്ന അടി കുഞ്ഞേ. ആ വണ്ടി ഓടിക്കുന്നുണ്ടോ? കയറി നോക്കി. തല ഇറങ്ങുന്നതാണ് ഞാൻ. തല ഇറങ്ങുമോ? ചെറുക്കനാണ്, അതേ കയറാൻ വാവ കിടന്ന് കരച്ചിലായിരുന്നു. അപ്പം നമ്മൾ അതേലൊന്നും കയറുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് ബാ, നമ്മൾ വന്ന വഴിയെ തന്നെ പോകാം. വന്ന വഴിയെ പോകുമ്പോഴില്ലേടാ. നോക്കാം, മഞ്ഞിക്കളിക്കൊക്കെ ചെയ്യാം.
ഇതേലൊന്നും കയറണ്ട നമുക്ക്. ഇതാ ഇവിടുത്തെ അങ്ങോട്ട് എങ്ങനെ പോന്നേ? ഏതല്ലേ ചെന്ന് കയറിയിട്ട് ഓടി വാ. ഇതേ വെള്ളത്തിലൊക്കെ ഉള്ളതുണ്ട്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരാം. വെറുതെ തന്നെ ഇത് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള പാർക്കില്ല, അത് അവിടെ പോകത്തില്ലേ? കുറേ റൈഡുകളുണ്ട് വെള്ളത്തിലൊക്കെ ഉള്ളത്, കുറേ ഉണ്ട്. പേടിയില്ലാത്തവർക്ക് കയറാം. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടില്ല കേട്ടോ. അല്ലാതെ പേടിയില്ലാത്തവർക്കൊക്കെ എല്ലാത്തിലും കയറി നല്ല രസമായിട്ട് ആസ്വദിക്കാം. അപ്പം നമ്മൾ പിന്നെ ഇവിടെ വന്നു 3D ഷോ കാണാൻ. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വാ വാ ഇങ്ങോട്ട് 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 വീഴും, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാവേ. ആ കയറാം കയറാം, നമുക്ക് സ്നോയുടെ ഇത് പോയിട്ട് വരാം. ദേ ഹൊറർ വേൾഡ് സ്നോയും അവിടെ ആണ്. ബാ ബാ ഇവിടെ ഇവിടെ വാ ഇവിടെ. ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്നോയിലാണ് ആദ്യം പോകണ്ട കേട്ടോ. അപ്പം സ്നോ വേൾഡ് ഹൊറർ എന്താണ് സ്നോ വേൾഡും പിന്നെ എവിടെ പോകുന്നേ? ആ ഹൊറർ ജംഗിളോ ജംഗിൾ വേൾഡ്. അയ്യോ ബാ, നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനേ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെയൊക്കെ കളിക്കാനിനി. നമ്മൾ ഹൊറർ വേൾഡിലാണ് കയറുന്നത്. ബാ അയ്യോ കാവേ പിടിക്കേ പെണ്ണിൻ്റെ കൂടെ വാ. അപ്പം അനങ്ങുന്നുണ്ടത്. എന്തുവാ കരടി? എന്തുവാടാ ഊർന്നൂർന്ന് പോന്നോ? നീർന്നോ? ഇവിടൊക്കെ നോക്കണം എന്താന്ന്. ഇവിടൊക്കെ ഓരോന്നൊക്കെ കാണുന്നുണ്ട. സിംഹം സിംഹം ഇതാരാ ഇതാരാ നിൽക്കുന്നെന്ന് നോക്കിയേ. ദേ നല്ല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം.
മുതല ഇങ്ങോട്ട് നോക്കിയേ. ആ നീ എന്താണ് ഇത് കാണിച്ചോ? വാ 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 വേറെ നമ്മളിങ്ങനെ കറങ്ങി വന്നിട്ട് ഇതാരാന്ന് നോക്കിയേ. ഇതാരാന്ന് നോക്കിയേ. ഇതാരാ നോക്കാന്? ജിറാഫിന് ഇത്രയും പൊക്കമുണ്ട് കേട്ടോ. ഉണ്ടോ? വാ ഇനി നമ്മള് എവിടാ പോന്നെ? വലിയൊരു മീമി. വാ ഇനിയും സ്നോ വേൾഡ്. ഇവിടെ കയറുന്നതിന് മുമ്പ് നമ്മുടെ ചെരുപ്പ് മാറ്റിയിട്ട് വേറെ ഇവിടെ ഒരു ഷൂ തരും. അതിട്ടുകൊണ്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്. 5-10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ് ഇതിനകത്തെ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഡാൻസും ഒക്കെയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം ഞാനിച്ചിരി സ്നോ എടുത്ത് നോക്കുമായിരുന്നു. നല്ല ഐസ് കട്ടയാണ്, ഭയങ്കരമായിട്ട് കൈ എന്നെ തണുത്ത് മരയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തണുപ്പാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൈ തണുത്തിട്ട് കൈ പെട്ടെന്ന് നമുക്കങ്ങ് തണുക്കും. കൈവെള്ള ഇച്ചിരി സ്നോ എടുത്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് എടുക്കും. ഇവിടെ ഒരാൾ അതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് കൂടെ പറയുന്നുണ്ട് കൈ തണുത്തിട്ട് വയ്യാന്ന്. എന്നാലും ഞങ്ങൾ കുറച്ച് ഒരു 5-10 മിനിറ്റിനകം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ 10 മിനിറ്റിനകം ഇറങ്ങും. അതുപോലെ തണുപ്പാണ്, നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇനി വരണമില്ലേ, സമയം ഒത്തിരി ആയി. ഇനി വെള്ളത്തിൽ കളിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ചോറ് കഴിച്ചാൽ മതി. ചോറല്ല പിന്നെന്തോ വേണ്ടേ? ഈ വെള്ളത്തിലൊക്കെ കളിക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് മാറിയിട്ട് ഇനി വെള്ളത്തിലുള്ള കളിക്ക് പോവാണ്. വെള്ളത്തിൽ കയറാം. ഇവിടെ ഡ്രസ്സ് കൊടുത്തിരിക്കുന്നിടത്തോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയും പപ്പയും ഡ്രസ്സ് മാറാനൊക്കെ പോയി. അപ്പം നമ്മളിനി അടുത്ത വെള്ളത്തിൽ കളിയാണ്. ഈ തിരമാല പോലത്തേത് എപ്പോഴും ഇല്ല, ഒരു സൈറനുണ്ട്. ആ സൈറൻ ആകുമ്പം എല്ലായിടത്തും ഉള്ളവർ ഇവിടോട്ട് വരും കേട്ടോ. എല്ലാ സമയത്തും ഇല്ല, സൈറൻ മുഴങ്ങുമ്പോൾ മാത്രമേ ഉള്ളത്. നോക്കണേ.
ഫോൺ കൊണ്ടുവെക്കട്ടെ. വരുന്നൊരു സംഭവം കൊണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ 2 തവണ കയറി കേട്ടോ. കുട്ടികൾക്ക് കയറാൻ പറ്റത്തില്ല, അവിടെ ഒരു ഹൈറ്റ് നോക്കുന്ന ഒരിതുണ്ട്, അതിനനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം 2 പിള്ളേർക്കും കയറാൻ പറ്റില്ല, ഞങ്ങൾ 2 പേരും കയറി കേട്ടോ. അങ്ങനെ ഇത് നല്ല രസം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇനിയും കയറണമെന്നുണ്ടായിരുന്നു. പപ്പ വരുന്നുണ്ട് നോക്കിയിരുന്നോ, കണ്ടോ? വരുന്നുണ്ട്, കണ്ടോടെ. ഇവിടെ കുഞ്ഞു കുട്ടികൾക്കും ലേഡീസിനും മാത്രമുള്ളതാണ്. വലിയ ആഴമൊന്നുമില്ല, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല കുട്ടികൾക്ക്. ഇപ്പം കുഞ്ഞാവ എവിടെ നിന്നാലും കണ്ടില്ലേ, അനുസരിച്ചുള്ള വെള്ളമേ ഉള്ളേ. അപ്പം ഇവിടെ നല്ല രസമാണ്. ഇവിടെ 2 പേർക്ക് ഇവിടാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പേടിയില്ലാതെ നിൽക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇച്ചിരി കൂടെ, കുഞ്ഞാവയ്ക്ക് ഇച്ചിരി ഏറെ വെള്ളമുണ്ട്. ആ വെള്ളത്തിനടുത്തേക്ക് പോയിടണ, വെള്ളത്തിനടുത്തേക്ക് പോകും.
ഇത് കണ്ടോ, ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കുറച്ചേറെ വെള്ളമുണ്ടെന്ന് ഇവിടെ. അപ്പം എവിടെ ആയിരുന്നാലും അപ്പുറയാണേലും ഇപ്പുറയായാലും നമുക്ക് പേടിക്കാൻ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവിടെ നല്ല സേഫ്റ്റി സെക്യൂരിറ്റിയൊക്കെ നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ. സ്റ്റാഫെല്ലാം നല്ല ഇടപെടലും നല്ല സ്റ്റാഫുകളാണ്. നമ്മൾ ഒന്ന് കണ്ണ് തെറ്റിയാൽ പോലും അവർ ഓരോ കുട്ടികളുടെ കൂടെ ഓരോരുത്തരുണ്ടോ എന്ന്, പേരൻസ് ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കുട്ടി എങ്ങോട്ടെങ്കിലും മാറിപ്പോയാലോ, ഏതെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടാലോ അവർ വിസിലടിച്ച് പേരൻസിനെ വിളിക്കും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ല. കുട്ടികളെ എന്തായാലും ഒരു കാരണവശാലും അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ല, വെള്ളത്തിലായാലും അല്ലാതാണെങ്കിലും. അപ്പോൾ അതൊക്കെ നല്ല സെക്യൂരിറ്റിയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, നമ്മളിനി പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഒരാൾ വന്നപ്പം തൊട്ട് ഈ മീനിൻ്റെ ഭാഗത്തൊന്നും മാറുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം പോകാൻ ഇറങ്ങിയപ്പോഴും അത് തന്നെ. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം എത്ര ആയടാ? ഇപ്പോൾ സമയം 7 മണി. നോക്കി. നിങ്ങളവിടെ നിൽക്കേ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഡ്രീം വേൾഡിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മുടെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു അല്ലേ? സന്തോഷമായോ രണ്ടുപേർക്കും? നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ്, നാളുകൾ കൊണ്ട് ആഗ്രഹിച്ച കാര്യം. ഇവിടെ ഒരാൾക്ക് എപ്പോഴും എവിടെ പോകണം കുഞ്ഞെ? മഞ്ഞുള്ളിടത്ത് പോകണം, പിന്നെ വെള്ളത്തിൽ കളിക്കണം, അങ്ങനെ. ആഗ്രഹമെല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് തിരിച്ചു പോകാം.